2011 മികച്ച ഡോക്ടർക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ റെസ്പിറേറ്ററി മെഡിസിൻ ചീഫ് കൺസൾട്ടന്റായി പ്രവർത്തിക്കുന്ന ഡോക്ടർ കെ വേണുഗോപാൽ സാറാണ് ABC ഡോക്ടറിന്റെ ഇന്നത്തെ അതിഥി. വേണുഗോപാൽ സാർ, ABC ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, ഇന്നത്തെ ഒരു സമൂഹത്തിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ പ്രായഭേദമന്യേ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് പുകവലി. സാർ, ഈ പുകവലി ശ്വാസകോശാരോഗ്യത്തെ എത്രമാത്രം ബാധിക്കുന്നുണ്ട്? പുകവലി ശ്വാസകോശാരോഗ്യത്തെ വളരെ ഗുരുതരമായിട്ട് ബാധിക്കുന്നുള്ള കാര്യം കാലങ്ങളായിട്ട് തെളിയിക്കപ്പെട്ടതാണ്. അതായത് എൻ്റെ വാർഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 90% ആൾക്കാരും ഈ COPD എന്ന് പറഞ്ഞ അസുഖമായിട്ടാണ് കിടക്കുന്നത്. COPD പ്രായമായവർക്ക്, 40 വയസ്സ് കഴിഞ്ഞവർക്ക്, പ്രത്യേകിച്ച് പുകവലിക്കാർക്ക് ഉണ്ടാകുന്ന സ്ഥായിയായ ശ്വാസമുട്ടൽ രോഗമാണ്. അപ്പം അതിന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാകുന്നത് ഈ COPD എന്നുള്ള അസുഖം തന്നെയാണ്. അത് നേരിട്ട് പുക വലിക്കുന്നവർക്കും അല്ലാതെ പുകവലിക്കാരുടെ അടുത്തിരിക്കുന്ന പാർശ്വ ധൂമപാനം എന്ന് പറയുന്ന സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം മൂലവും അടുത്തിരിക്കുന്നവർക്കും ഇതിന്റെ ദോഷങ്ങൾ ഉണ്ടാകാം. അത് ശ്വാസമുട്ടൽ രോഗം മാത്രം. കൂടാതെ ക്യാൻസർ ആണ് ഇതിന്റെ ഏറ്റവും മാരകമായിട്ടുള്ള അസുഖം. കാര്യമല്ലോ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ക്യാൻസർ ബാധിക്കുന്ന അവയവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലങ്സ് ആണ്. അപ്പൊ ഈ ലങ്സിലെ ക്യാൻസറിന്റെ ഏകദേശം 80% ഈ പുകവലിക്കാർക്ക് മാത്രമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടില് നമ്മൾ അത്ര പ്രചാരത്തില് ഇത് നമ്മൾ വന്നില്ലെങ്കിൽ പോലും, ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വന്നില്ലെങ്കിൽ പോലും ഇതാണ് ഒരു മൂല കാരണമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന വെസ്റ്റേൺ കൺട്രീസിലൊക്കെ വളരെ കൂടുതലാണല്ലോ. യൂറോപ്പിലൊക്കെ അറിയാമല്ലോ, എല്ലാവരും ഈ പുകവലിക്കാർ ഒത്തിരി പേരുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ 30-40% പേരോളം വലിയ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ അവർക്കെല്ലാം ഈ ക്യാൻസർ ശ്വാസകോശം കൂടാതെ തൊണ്ടയ്ക്കും അല്ലെങ്കിൽ അന്നനാളത്തിലും ഒക്കെ ക്യാൻസർ ഉണ്ടാകുന്നത് ഈ പുകവലിക്കാർക്ക് കൂടുതലാണ്. പിന്നെ രണ്ടാമത്തെ അതിന്റെ ഒരു ശതമാനം കൂടുതലാണോ? അല്ല, അത് കൂടി വരുന്നില്ല എന്തായാലും സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് നിൽക്കുകയാണെന്ന് പറയും. കാരണം ഇപ്പൊ ബാക്കിയുള്ള ലഹരി ഉപരിയിലേക്കാണ് ആളുകൾ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുകവലിയുടെ അളവ് ഏകദേശം അതുപോലെ തന്നെ തുടരുകയാണ്. നമ്മൾ ഇത്രമാത്രം പ്രചാരണങ്ങൾക്ക് ഉണ്ടായിട്ടും അതിന് അത്ര കുറവ് വന്നിട്ടില്ല. അതുപോലെ തന്നെ തുടരുകയാണ്. അത് സ്ത്രീകൾ പോലും കുറച്ച് ഭാഗങ്ങൾ ഉണ്ടെന്നുള്ളതാണ് അതിന്റെ ഞെട്ടിപ്പിക്കുന്ന ഒരവസ്ഥ. ഉദാഹരണമായിട്ട് ഞാൻ കോഴിക്കോടാണ് പഠിച്ചത്. അപ്പൊ അവിടുന്ന് ഈ മലപ്പുറത്ത് ആൾക്കാർ സ്ത്രീകൾ വരുമ്പോ അവരോട് സാധാരണ നമ്മൾ ചോദിക്കുന്ന രീതിയിൽ പുകവലിക്കാറുണ്ട്, ഇപ്പം വലിക്കാറുണ്ട്. അപ്പൊ അല്ലെങ്കിൽ ഭർത്താവും ഒക്കെ പഠിപ്പിച്ചായിരിക്കും. അത് തുടരുന്ന അങ്ങനെ കുറെ പേര് ഫീമെയിൽസ് പോലും കുറച്ച് പേര് വലിക്കുന്നുണ്ട്. ഇപ്പൊ പിന്നെ ന്യൂജൻ കുറച്ച് കുട്ടികളും ഉണ്ട്. ന്യൂജൻ കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമ പ്രവർത്തകൻ എൻ്റെ അടുത്ത് വന്നായിരുന്നു. അപ്പൊ പുകവലി നിർത്തുന്നതിനുള്ള ചികിത്സയ്ക്ക് വേണ്ടി. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി, പെണ്ണുങ്ങൾ ഇത് വലിക്കാറുണ്ടോ? അപ്പൊ സാറ് ഇങ്ങനൊന്നും ന്യൂജനെ കുറിച്ച് അറിയാത്തോണ്ടാണ്. മീഡിയ പ്രവർത്തകർ ഉൾപ്പെടെ മീഡിയ പ്രവർത്തകരാണ് ഉൾപ്പെടെയുള്ളവര് ഇങ്ങനെ ഇതുപോലെ കുറെ ലഹരികൾ ഉപയോഗിക്കുന്നുണ്ട്, പുകവലിക്കുന്നവരും കുറെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ബോധവൽക്കരണത്തിന്റെ ആവശ്യം എന്തായാലും ഉണ്ട്. സാർ, എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇത് വലിക്കുന്നവരെക്കാൾ കൂടുതൽ ഇത് ശ്വസിക്കുന്നവർക്കാണോ അപകടം? അതെ, അതൊരു പ്രധാന കാരണമാണ്. അടുത്തിരുന്ന് ശ്വസിക്കുന്നവർക്ക് സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന് പറയും. അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിച്ചു കയറുന്ന വായിക്കകത്ത് വെച്ച് ഒത്തുകൊണ്ട് വലിക്കുമ്പോഴതിന്റെ അറ്റം കത്തുമ്പോഴേ ഹൈ ടെമ്പറേച്ചറാണ്. അത് ഏകദേശം 900 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് അതിന്റെ ടെമ്പറേച്ചർ. ഇത് പോലീസുകാർക്ക് അറിയാം. പോലീസുകാർ അതുകൊണ്ടാണ് ഈ കള്ളനെ തെളിയിക്കാൻ വേണ്ടി സിഗരറ്റിന്റെ അറ്റം വെച്ച് കുത്തും. വലിയ ചൂടായതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് സമ്മതിക്കും. അപ്പൊ ഈ കൂടുതൽ കത്തുന്നതുകൊണ്ട് ഈ പല ടോക്സിൻസും അതുമൂലം ടോക്സിൻസ് അല്ലാതായി മാറും. അപ്പൊ അവൻ വലിച്ചു കയറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ ഹീറ്റിൽ കത്തിയ പുകയാണ്. അത് കഴിഞ്ഞിട്ട് കയ്യിൽ വെച്ചോണ്ടിരുന്നാണ് സംസാരിക്കുന്നത്. അപ്പോഴാണ് അടുത്തിരിക്കുന്നത് ശ്വസിക്കുന്നത്. അത് കൂടുതൽ കത്താത്ത പുകയാണ്. അപ്പൊ അതിനകത്ത് ടോക്സിൻസ് കൂടുതലായിരിക്കും. പക്ഷെ അതിന്റെ അളവ് കുറവായിരിക്കും. കാരണം മറ്റേതിനേക്കാൾ കൂടുതൽ ചെല്ലുന്നില്ല, അളവ് കുറവാണ്. എങ്കിൽ പോലും അതിന്റെ ടോക്സിൻസ് മറ്റേ ടോക്സിനേക്കാൾ കൂടുതലായിരിക്കും. കാഴ്ചവേൻ എന്ന് പറയുന്നതാണ് ടോക്സിൻ, ക്യാൻസർ ഉണ്ടാക്കുന്ന ടോക്സിൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് അതിന്റെ ഈ ടോക്സിൻസിന്റെ ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് അവർക്കും ഇതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ദോഷങ്ങൾ ഉണ്ടാകാൻ വരും. പക്ഷെ അതിന്റെ ഈ അളവ് കുറവായതുകൊണ്ട് അവർക്ക് ഏകദേശം ഈക്വലായിട്ട് തന്നെയാണ് ഇതിന്റെ ദോഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാർ, ഒരു വ്യക്തിക്ക് ഇത് ഉപേക്ഷിക്കാൻ സാധിക്കുമോ? എന്തൊക്കെയാണ് അതിനൊരു മാർഗങ്ങൾ? തീർച്ചയായിട്ടും പുകവലി ഉപേക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരി മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്
തനിയെ തോന്നുക എന്നുള്ളതാണ്. തനിയെ തോന്നാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് അതിന്റെ ബോധവൽക്കരണം നടത്തുക, ഇതിന്റെ ദോഷഫലങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അതാണ് കൗൺസിലിങ്ങിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. കൗൺസിലിങ്ങിന്റെ ആണ് ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഒരു 4-5 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം വന്നതിന്റെ അവർ എത്രമാത്രം ശക്തിയോടാണ് ആഗ്രഹം ഇതിന് കാണിക്കുന്നത്, അതിന്റെ അഡിക്ഷൻ എത്രമാത്രം ഉണ്ടെന്നുള്ളത് അസസ് ചെയ്യും. അപ്പം അത് സാധാരണ അവർക്ക് നല്ല മാനസികമായിട്ട് നിർത്തണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നിർത്താൻ പറ്റും. പക്ഷെ അത് വീണ്ടും റിലാപ്സ് ചെയ്യും, വീണ്ടും വലിച്ചു തുടങ്ങി. അവർ അതിന് ക്യൂ എന്ന് പറയും, ക്യൂസ്, അതിന്റെ ചുറ്റുപാടുകൾ, ഏത് ചുറ്റുപാടിലാണ് അവർ തുടങ്ങിയത്. അപ്പൊ അത് സാധാരണ കൂട്ടുകാരുമായിട്ട് കൂടുമ്പോഴായിരിക്കും. അപ്പൊ അവരുടെ കൂടെ പോയിരുന്ന് വലിച്ചു കഴിഞ്ഞാൽ പിന്നെയും അവരുടെ കൂടെ സംസാരിക്കുമ്പോൾ അവർ നിർത്താൻ തന്നെ തീരുമാനിച്ചപ്പോഴേ അവരുടെ കൂടെ സംസാരിക്കുമ്പോൾ പിന്നെ വലിച്ചു പോകും. ചില മദ്യപാന ഗ്രൂപ്പുകൾ അവർ മദ്യപിക്കുന്നതിന്റെ കൂടെ ആയിരിക്കും വലിക്കുന്നത്. അപ്പൊ അത് വഴി വീണ്ടും അങ്ങനെ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ കൗൺസിലിങ്ങിനകത്ത് ആദ്യം ഇതാണ് ഇതിന്റെ ദോഷങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ പിന്തിരിക്കാൻ വേണ്ടി നമ്മൾ പല സ്റ്റെപ്പുകളായിട്ട് പല പ്രാവശ്യമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓരോ പ്രാവശ്യവും നമ്മുടെ അടുത്ത് വരുമ്പോൾ രോഗികളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നുള്ളതാണ്. കൂടാതെ അതിൽ അങ്ങനെ നിൽക്കാത്തവർക്ക് വേണ്ടിയാണ് ഇപ്പം ഒത്തിരി മരുന്നുകളൊക്കെ അവൈലബിൾ ആണ്. നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറയും. അത് മൂക്കിലടിക്കുന്ന രീതിയിലുണ്ട്, ഇപ്പം പുതിയ കമ്പനിക്കാർ ഇറക്കിയിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മൾ ചീവങ്കം പോലെ വായിക്കാത്തരി ചവച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അത് നിക്കോട്ടിൻ തന്നെയാണ്, പക്ഷെ നമുക്ക് വലിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല. അപ്പം അതിന്റെ ദോഷം പൂർണ്ണമായും ഇത് നിർത്താൻ സാധിക്കും, നിർത്താൻ പറ്റും. ഫോളോ അപ്പ് ചെയ്യണം, അവർക്കൊരു ഇന്റൻഷനും വേണം. അല്ലാതെ ഇപ്പം നമ്മളിപ്പോ എല്ലാം പറഞ്ഞു കൊടുത്ത് മരുന്നും കൊടുത്ത് കഴിക്കാൻ പോയി കഴിഞ്ഞാല് അപ്പൊ അവർക്ക് അവരൊരു മോട്ടിവേഷൻ വേണം. അതിനാണ് കൗൺസിലിംഗ് പ്രധാനമായിട്ട് ഉണ്ടാകുന്നതും. ഇതുപോലുള്ള പ്രചാരണങ്ങൾ നിങ്ങളിപ്പം ഇന്ന് ഇത് നമ്മളിത് ഇത് പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതലായിരിക്കും. അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. സർ, ഇന്നത്തെ ജീവിതത്തിൽ മറ്റൊരു പ്രധാന പ്രശ്നമാണ് മലിനീകരണം. വായു മലിനീകരണം നമ്മുടെ ശ്വാസകോശ ആരോഗ്യത്തെ എത്രമാത്രം ബാധിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും വായു മലിനീകരണം, അതായത് നമ്മുടെ ശരീരത്തില് വായുവായിട്ട് എൻവയോൺമെന്റായിട്ട് ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലങ്സ് ആണ്. ഈ സാധാരണ ആൾക്കാർ പറയാറുണ്ട് ഏറ്റവും വലിയ അവയവം സ്കിന്നാണെന്ന്. പക്ഷെ സ്കിന്നിനേക്കാൾ വലുതാണ് ലങ്സിന്റെ അകത്തുള്ള ആൽവികളെ നമ്മൾ അടിച്ച് പരത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുട്ബോൾ കോർട്ടിന്റെ അത്രയും 100 മീറ്റർ സ്ക്വയർ കാണും. അപ്പോൾ അത് ഏറ്റവും വലിയ ഇത്രയും മീറ്റർ സ്ക്വയർ എപ്പോഴും നമ്മൾ അന്തരീക്ഷമായിട്ട് ശരീരവും ഇതും തമ്മിൽ കോണ്ടാക്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏത് ഒരു ദോഷ പദാർത്ഥവും ഈ അന്തരീക്ഷത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കോണ്ടാക്ട് വരുന്നത് ലങ്സിന് തന്നെയാണ്. അപ്പൊ ലങ്സിന് തന്നെയാണ് എയർ പൊല്യൂഷന്റെ ഏറ്റവും വലിയ ദോഷം ഉണ്ടാകുന്നതും. സ്കിൻ ക്യാൻസറും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ലങ്സിന് തന്നെയാണ്. ലങ്സ് ക്യാൻസർ ഉണ്ട്, COPD ഉണ്ട്. COPD നമ്മുടെ ഇന്ത്യയിലെ കണക്ക് നോക്കിയപ്പം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കാരണം ഈ സ്മോക്കിംഗ് നോൺ സ്മോക്കിംഗ് 2 തരം COPD ഉണ്ട്. അപ്പൊ നോൺ സ്മോക്കിംഗ് COPD ആണ് ഇന്ത്യയിൽ കൂടുതലെന്നാണ് ഇപ്പം കണക്കുകൾ പറയുന്നത്. അതിൽ ഒന്ന് ഈ വീട്ടിലെ ഈ നമ്മുടെ ഇൻഡോർ എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന വടക്കേ ഇന്ത്യയിലൊക്കെ ഒരു ചെറിയ വീട്ടിനകത്തായിരിക്കും എല്ലാവരും കിടന്നുറങ്ങുന്നത്, അടുക്കള അതിനകത്ത് തന്നെ ആയിരിക്കും. അപ്പൊ അവിടെ വെച്ച് അവർ പാകം ചെയ്യുന്നത് വിറക് കത്തിച്ചായിരിക്കും. അപ്പൊ അതും ഈ പുക തന്നെയാണ്. വിറക് കത്തിക്കുന്നത് അല്ലെങ്കിൽ കൊതുക് തിരി വെക്കുമ്പോഴൊക്കെ വിടുന്ന ആ പുക തന്നെയാണ് അതിന്റെ ദോഷങ്ങൾ കുറച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതും ഒരു പ്രധാന പ്രശ്നമാണ്. എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ലങ്സിനെ തന്നെയാണ്. നമ്മൾ ഇപ്പം ഡൽഹിയിലെ കാര്യം കേൾക്കുന്നുണ്ടല്ലോ, 1500 അവരുടെ ഇൻഡെക്സ്. അപ്പം നമ്മുടെ കേരളത്തിലെ 150 ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഭീകരത മനസ്സിലാക്കുന്നത് ഇനി ഭാവിയിലായിരിക്കും. ഇപ്പൊ അവർക്ക് പലർക്കും ശ്വാസമുട്ടൽ, അതായത് ശ്വാസമുട്ടൽ ഉള്ളവർക്ക് പെട്ടെന്ന് അധികരിക്കാനും ഇല്ലാത്തവർക്ക് തുടങ്ങാനും സാധ്യതയുണ്ട്. കൂടാതെ പിന്നെ ഈ കാർസിനോജൻ, ക്യാൻസർ, അങ്ങനെ ഒത്തിരി രോഗങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാം. അതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് ബാധിക്കുന്നത് ലങ്സിനെ തന്നെയാണ്. കാരണം ലങ്സ് ആണ് എപ്പോഴും ഇതുമായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുവഴിയാണ് നമ്മൾ ഈ ഇമ്മ്യൂണിറ്റീസ് ഒക്കെ കയറുന്നത് ലങ്സ് വഴിയാണ്. അപ്പൊ അതിനകത്ത് ആൽവിയോളി എന്ന സ്ഥലത്ത് നിന്നാണ് രക്തത്തിലേക്ക് ഇത് കലരുന്നത്.